2025 പതിവ് പോലെ മലയാള സിനിമയ്ക്ക് ബോംബ് വർഷമായിരുന്നെങ്കിലും ചില സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2025 ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയ 10 സിനിമകൾ ഏതൊക്കെയെന്നാണ്. ഈ സിനിമകളൊക്കെ ഇത്രയും കളക്ഷൻ നേടിയോടെ ഉള്ളതാണോടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. അതിൽ 10ാം സ്ഥാനത്തുള്ളത് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ നായകനായി 2025 ഫെബ്രുവരി 20 തിയേറ്ററിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണ്. ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം വൈശാഖ് നായർ, പ്രിയാമണി, ജഗദീഷ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിലെത്തിയ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത്. 13 കോടിക്ക് മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 54,25,00,000 കളക്ഷൻ നേടി. 9ാം സ്ഥാനത്തുള്ളത് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് നമ്മുടെ ആസിഫ് അലി നായകനായെത്തി ജനുവരി 9 തിയേറ്ററിലെത്തിയ രേഖാചിത്രം എന്ന സിനിമയാണ്. മിസ്റ്ററി, ക്രൈം, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം AI സാങ്കേതിക വിദ്യയുടെ കാണിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആസിഫ് അലിയോടൊപ്പം ഈ സിനിമയിൽ അനശ്വര രാജൻ, മനോജ് ഗജൻ, സിദ്ദീഖ്, ജഗദീഷ്, സായികുമാർ, അരിഷി അശോകൻ അങ്ങനെ വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. ആസിഫ് അലിയുടെ പോലീസ് കഥാപാത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഏകദേശം 9 കോടിയാണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും 57,30,00,000 ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു. ഈ ലിസ്റ്റിൽ 8ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നസ്ലിൻ, ലുക്മാൻ അവറാൻ, ഗണപതി എസ് അയ്യർ, സന്ദീപ് പ്രദീപ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ്. സ്പോർട്സ് വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഖാലിദ് റഹ്മാനും ശ്രീനി സദാശിവനും ചേർന്ന് രചന നിർവഹിച്ച ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് യൂത്തിനിടയിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 65 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ളത് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായെത്തി റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി 2025 ഡിസംബർ 25 തിയേറ്ററിലെത്തിയ സർവം മായ എന്ന സിനിമയാണ്. സൂപ്പർ നാച്ചുറൽ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ നിവിൻ പോളിയുടെ ശക്തമായുള്ളൊരു തിരിച്ചുവരവായി ചിലർ കണക്കുകൂട്ടുന്നുണ്ട്. ഈ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ്. എന്നാൽ 75 കോടിക്ക് മുകളിൽ ഈ സിനിമ ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഈ ലിസ്റ്റിൽ 6ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നമ്മുടെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തി ഓഗസ്റ്റ് 28 തിയേറ്ററിലെത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമയാണ്. ആന്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം മാളവിക മോഹൻ, സംഗീത് പ്രതാപ്, സംഗീത മാധവൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒന്നിക്കുന്നത്. അതുപോലെ സംഗീത മാധവൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ സിനിമ. പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ ഏകദേശം 77 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. OTTയിലും മികച്ച പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ നായകനായെത്തി ഒക്ടോബർ 31 തിയേറ്ററിലെത്തിയ ഡയസിറ എന്ന സിനിമയാണ്. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകർക്ക് ലഭിച്ചത്. പ്രണവ് മോഹൻലാലിനോടൊപ്പം ഗിബിൻ ഗോപിനാഥ്, ജയ കുറുപ്പ്, സുഷ്മിത ഭട്ട് എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ചുരുങ്ങിയ കഥാപാത്രങ്ങൾ മാത്രം കൈകാര്യം ചെയ്ത ഒരു മികച്ച സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കളക്ഷൻ്റെ കാര്യത്തിലും വളരെ മുന്നിലായിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും ഈ പ്രണവ് മോഹൻലാൽ സിനിമ 83 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, വിനായകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി ഡിസംബർ 5 തിയേറ്ററിലെത്തിയ കളങ്കാവൽ എന്ന സിനിമയാണ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി നെഗറ്റീവ് റോളിലെത്തി എന്നുള്ളത് വലിയൊരു പ്രത്യേകതയായിരുന്നു. മികച്ചൊരു അഭിനയ പ്രകടനമാണ് മമ്മൂക്ക ഈ സിനിമയിലെ കാഴ്ചവെച്ചത്. വിനായകൻ്റെ പ്രകടനങ്ങൾക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചു. ഈ സിനിമ ഏകദേശം 25 കോടി ബജറ്റ് കണക്കാക്കുന്നുണ്ട്. എന്നാൽ ബോക്സ് ഓഫീസിൽ നിന്നും 85 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ നേടിയത്. മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത്
അടുത്തത് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തി ഏപ്രിൽ 25-ന് തിയേറ്ററിലെത്തിയ തുടരുമെന്ന ചിത്രമാണ്. മോഹൻലാലും ശോഭനയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത ഈ സിനിമയ്ക്ക് വലിയ പ്രാധാന്യം നേടിയിരുന്നു. പ്രകാശ് വർമ്മ ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മക്ക് വളരെയധികം സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ബിനു പപ്പു, തോമസ് മാത്യു, അമൃത വർഷിനി, ഫർഹാൻ ഫാസിൽ എന്നിവരൊക്കെ ആയിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഏകദേശം 25 കോടി രൂപയാണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ഈ സിനിമ 235 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വമ്പൻ വിജയമായി മാറി. ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളതും മോഹൻലാൽ തന്നെയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തി 2025 മാർച്ച് 27-ന് തിയേറ്ററിലെത്തിയ L2 എമ്പുരാൻ എന്ന സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരൻ, അഭിമന്യു സിംഗ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് സുകുമാരന്, ജെറോം ഫ്ലൈൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത്. കൂടാതെ ഈ സിനിമയെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ആ വിവാദത്തെ തുടർന്ന് സിനിമയിൽ വലിയ എഡിറ്റിംഗ് വരുത്തുകയും മോഹൻലാൽ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിവാദം സിനിമയ്ക്ക് ഗുണകരമായി. സിനിമയുടെ കളക്ഷൻ വളരെയധികം കൂടുകയും ചെയ്തു. ഏകദേശം 75 കോടി ബജറ്റാണ് ഈ സിനിമയ്ക്ക് കണക്കാക്കുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും 268 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു. 2019-ൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിൻ്റെ 2ാം ഭാഗമായിരുന്നു എമ്പുരാൻ. എമ്പുരാൻ്റെ അടുത്ത ഭാഗത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. തീർച്ചയായും 3ാം ഭാഗം ഉണ്ടാകുമെന്നും പൃഥ്വിരാജ് തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിലെത്തി 2025 ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയാണ്. സൂപ്പർ ഹീറോ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നെസ്ലിൻ, സാൻഡി, ചന്തു സെലിംകുമാർ, അരുൺ കുര്യൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 30 കോടി രൂപയാണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത്. സണ്ണി വെയിൻ, ടൊവിനോ തോമസ്, ദുൽഖർ സൽമാൻ എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായം നേടിയ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് ആണ്. കല്യാണി പ്രിയദർശൻ്റെ പ്രകടനത്തിന് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമാണ് ലഭിച്ചത്. ശക്തമായൊരു കഥാപാത്രമായിട്ടാണ് കല്യാണി പ്രിയദർശൻ ഈ സിനിമയിൽ എത്തിയത്. ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ 303 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ പറഞ്ഞ സിനിമകളുടെ കളക്ഷൻ ലോകമെമ്പാടും നിന്നും ആകെ നേടിയ കളക്ഷനാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 സിനിമകളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില സിനിമകളുടെ ബഡ്ജറ്റ് വളരെയധികം കൂടുതലും അവ വളരെ കുറച്ച് കളക്ഷൻ നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സിനിമകൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വന്ന് ഒരുപാട് വലിയ കളക്ഷൻ നേടിയിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ 10 സിനിമകളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ കൂടുതലുള്ള സിനിമകൾ മോഹൻലാലിൻ്റേതാണ്. മോഹൻലാലിൻ്റെ 3 സിനിമകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025-ൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തീർച്ചയായും വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്.